എല്ലാവർക്കും ഒരിക്കൽ കൂടി മരിയാസ് റെസിപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് ഒരു ഉള്ളിവടയുടെ റെസിപ്പിയാണ്. ചായക്കടയിലൊക്കെ കിട്ടുന്ന ഉള്ളിവടയുടെ അതേ ടേസ്റ്റിലാണ് നമ്മളിവിടെ ഉള്ളിവട ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. സവോള ഇവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിനി കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഉള്ളിവടയ്ക്ക് വേണ്ടിയിട്ട് അരിയുമ്പോൾ നല്ലവണ്ണം കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. 4 സവോള ഇവിടെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൈകൊണ്ട് ഇതിൻ്റെ ഇതളെല്ലാം ഒന്ന് വേർപെടുത്തിയെടുക്കാം. ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉപ്പ് നേരത്തെ തന്നെ ഇതുപോലെ ഉള്ളിയിലൊന്ന് തിരുമ്മി വെക്കണം. അതിന് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഉള്ളി ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. ഇതൊന്ന് ചതച്ചെടുക്കാം. അടുത്തതായിട്ട് ഉള്ളിവടയിലേക്ക് വേണ്ടത് കുറച്ച് പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് എരിവില്ലാത്ത മുളക് പൊടിയും കൂടെ എടുക്കുന്നുണ്ട്. 1/4 കപ്പ് കടലമാവും 1/2 കപ്പ് മൈദയും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഉള്ളിയിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. എടുത്തിരിക്കുന്ന കടലമാവിൻ്റെ പകുതിയും മൈദയുടെ പകുതിയും ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ചതച്ച് വെച്ചിരിക്കുന്ന പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. വളരെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കളറിന് വേണ്ടിയിട്ട് കുറച്ച് എരിവില്ലാത്ത മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ ചേരുവകളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഇവിടെ ചേർത്തിരുന്ന ചേരുവകളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടലമാവും മൈദയും കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇവിടെ ചായക്കടയിൽ കിട്ടുന്ന ഉള്ളിവടയുടെ അതേ റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നത്. മൈദ ചേർക്കുന്നത് താല്പര്യമില്ലാത്തവർക്ക് കടലമാവ് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം. കടലമാവും മൈദയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഉള്ളിവടയുടെ അതേ ടേസ്റ്റ് കിട്ടുന്നത്. ഇവിടെ ഇപ്പോൾ എടുത്തു വെച്ചിരുന്ന കടലമാവും മൈദയും മുഴുവൻ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ വെള്ളം ഒരുപാട് കുറവാണെന്ന് തോന്നിയാൽ 1-2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഉള്ളിവടയുടെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് പാകം മനസ്സിലാകും. ഉള്ളിവടയ്ക്ക് വേണ്ടിയിട്ടുള്ള എണ്ണ ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാകുമ്പോൾ ഷേപ്പ് ചെയ്ത് ഉള്ളിവട ഓരോന്നായിട്ട് ഇതിലിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇതുപോലെ കുറേശ്ശെയായിട്ട് കയ്യിലെടുത്ത് അധികം ബലം കൊടുക്കാതെ ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളിവട ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിനെക്കാട്ടും കുറച്ചും കൂടെ കൂടുതൽ ഫ്ലെയിമിലാണ് ഇത് വറുത്തെടുക്കുന്നത്. എങ്കിൽ മാത്രമേ ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഇന്നത്തെ ഈ ഉള്ളിവടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.